ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഭഗവാന്റെ പൊക്കിൾക്കൊടിയിൽ നിന്ന് ബ്രഹ്മാവ് ഉണ്ടായി. അത് വേർപെട്ട് പുതിയൊരു ദേവൻ ഉണ്ടായി. അതേപോലെ തന്നെയാണ് നമ്മൾ ഓരോ അമ്മയിൽ നിന്നും പൊക്കിൾക്കൊടി ബന്ധമാണ് മക്കൾ. ആ മക്കൾ പൊക്കിൾക്കൊടിയിൽ നിന്നും വേർപെട്ട് വേറെ ഒരു ജീവൻ ആവുന്നു. ഇങ്ങനെ ലഭിച്ച ഈ മനുഷ്യ ജന്മത്തെ നമ്മൾ എപ്പോഴും നല്ലതായിട്ട് ഉപയോഗിക്കണം. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ വിചാരിക്കണം, അത് ഭഗവാൻ കാണുന്നുണ്ട്, ഭഗവാന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ചെയ്യണേ, ഭഗവാന് വേണ്ടിയിട്ടാണ് സമർപ്പിക്കണം. എന്തൊരു ജോലി ചെയ്യുമ്പോഴും അത് ഭഗവാന് വേണ്ടിയിട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ജോലിക്കും മടുപ്പ് തോന്നില്ല. ഒരു ഭർത്താവായ ഭാര്യയെ മക്കളെ പരിപാലിക്കുന്നത് അത് ഭഗവാന്റെ ജന്മങ്ങളാണ്. അപ്പോൾ ഭഗവാന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു ഭാര്യ ജോലി ചെയ്യണത് അത് ഭഗവാന് എല്ലാം ഭഗവാന്റെ സൃഷ്ടികളാണ്. ഈ ലോകം മുഴുവൻ കാണുന്ന ഓരോ ചെറിയ ചെറിയ ജീവികളായാലും എന്തു തന്നെയായാലും എല്ലാം ഭഗവാന്റെ സൃഷ്ടികളാണ്. അപ്പം നമ്മൾ എന്തൊരു ജോലി ചെയ്യുവാണെങ്കിലും അതെല്ലാം ഭഗവാന്റെ രൂപവും ഭഗവാൻ തന്ന ദാനവുമാണ്. അപ്പം നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അത് ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു മടുപ്പും വരില്ല. ഭഗവാനെ എത്ര സേവിച്ചാലാ മടുക്കില്ല. അപ്പോൾ ഭഗവാന് വേണ്ടിയിട്ടാന്ന് സ്വയം നമ്മുടെ പ്രവൃത്തികൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ കർമ്മങ്ങളും ഓരോരുത്തരെ നോക്കണതും ഓരോരുത്തരെ പരിപാലിക്കുന്നതും എല്ലാം നമുക്ക് ഭഗവാന് വേണ്ടിയിട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു പ്രയാസവും തോന്നില്ല. ജോലി ചെയ്യാനും എന്തിനും എല്ലാം നമ്മൾ ഭഗവാന് വേണ്ടിയിട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ ഒരു വിഷമേ തോന്നില്ല. നമ്മൾ എന്ത് പറയുമ്പോഴും അതേപോലെ അത് ഭഗവാനോടാണ് പറയണത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഭഗവാൻ കേൾക്കുന്നുണ്ട്, ഭഗവാനോടാണ് പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഈശ്വര ഇത് ഭഗവാൻ കേൾക്കുന്നുണ്ടല്ലോ, ഭഗവാന്റെ സൃഷ്ടിയാണ് ഇതും, ഭഗവാനോടാണ് നമ്മൾ പറയണത്, ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറയുമ്പോഴും നമ്മുടെ ആ പറയാൻ എന്തും തുറന്നടിച്ച പോലെ പറയാനുള്ള ആ ഒരു വാസന നഷ്ടപ്പെട്ടിട്ട് പോവും. എന്തും തുറന്നടിച്ച് പറയാൻ വരില്ല. അപ്പോൾ ഏത് സമയം നമ്മൾ ഭഗവാന് വേണ്ടിയിട്ടാണ് ഈ ജീവിതം ഭഗവാൻ തന്ന ദാനമാണ്, അത് നമ്മൾ ഭഗവാനെ സേവിക്കുകയാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ ജീവിതത്തെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നെല്ലാം ഒരുപാട് മനസ്സുഖം കിട്ടും. ഒന്നിനെ പറ്റിയിട്ടും ഒരു ചിന്ത ഉണ്ടാവില്ല. ഒന്നിനെ പറ്റിയിട്ടും കൂടുതൽ ആലോചനയോ ചിന്തയോ ഒന്നുമില്ല. നമുക്ക് തന്ന ജോലി നമ്മൾ ചെയ്യണമെന്ന് മാത്രമേ തോന്നുള്ളൂ.